ഇന്ന് നമ്മൾ ബ്രെഡ് വെച്ചിട്ടുള്ള റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. ബ്രെഡ് വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രെഡ് എടുത്തിട്ടുണ്ട്. വൈറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് ബ്രെഡോ ബ്രൗണോ ഏത് വേണമെങ്കിലും എടുക്കാം. നമ്മൾ വലിയ സൈസുള്ള ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതുപോലെ ട്രയാങ്കിൾ ഷേപ്പിലോ അല്ലെങ്കിൽ ഹാഫായിട്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മളിതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ ഒരു 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് ആദ്യം അതുപോലെ ഒരു വിസ്കോ സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങോട്ട് പതപ്പിച്ചെടുക്കൊന്നും വേണ്ട. കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. അതിന് ശേഷം പിന്നെ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സവാള, 2 ടേബിൾ സ്പൂൺ തക്കാളി, ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില എല്ലാം പൊടിയായിട്ട് അരിഞ്ഞിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിന് ശേഷം 1 ടീസ്പൂണിനടുത്ത് ചില്ലി ഫ്ലേക്സും ചേർത്തിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സ് എന്ന് പറയുമ്പോൾ വറ്റൽമുളക് ചതച്ചത്. അപ്പോൾ ഈ ചില്ലി ഫ്ലേക്സിൻ്റെയും കുരുമുളക് പൊടിയുടെ അളവ് നമ്മുടെ എരിവിനനുസരിച്ച് വേണം കേട്ടോ ചേർക്കാൻ. ഇത് കഴിക്കുമ്പോൾ കുറച്ച് സ്പൈസി ആയിട്ടുണ്ടാവും. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി. അതിനുശേഷം പിന്നെ അതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് വരെ ചീസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഗ്രേറ്റഡ് ചീസ്, മോസറല്ല ചീസും ചെദാർ ചീസും മിക്സ് ആയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഏതായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ചീസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസ് മാത്രം എടുത്താലും മതി. അതിനുശേഷം പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ കൂടി ചേർത്തിട്ടുണ്ട്. അതും അതേ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു അടികട്ടിയുള്ള പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് ബട്ടർ ഒന്ന് ചൂടാക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കുക. ബട്ടർ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ പീസസ് ഓരോന്നായിട്ട് എടുത്തിട്ട് ഈ മുട്ടയുടെ മിക്സിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം. ബ്രെഡിൻ്റെ 2 സൈഡും നന്നായിട്ടൊന്ന് കോട്ടാവുന്ന രീതിയിൽ മുക്കിയെടുക്കുക. അതിന് ശേഷം അത് നമുക്ക് ഈ പാനിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മളിതുപോലെ 2 പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ മുട്ടയുടെ മിക്സിലുള്ള ആ സവാള, തക്കാളി, ചീസ്, മല്ലിയില അതൊക്കെ ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് എടുത്തിട്ട് ബ്രെഡിൻ്റെ മേലെ ഇതുപോലെ വെച്ച് കൊടുക്കുക. 2 പീസിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ആ ബ്രെഡ് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് മൊരിയിച്ചെടുക്കുക. ബ്രെഡ് അത്യാവശ്യം നന്നായിട്ട് തന്നെ മൊരിയണം. അപ്പോഴാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതിന് ശേഷം അത് നന്നായിട്ട് മൊരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പതുക്കെ അതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കുറേ സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ആ ചീസൊക്കെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മെൽട്ടാവുന്ന രീതിയിൽ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ബാക്കിയുള്ളതും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ 3 മുട്ട കൊണ്ടുള്ള മിക്സ് വെച്ചിട്ട് നമുക്ക് വലിയ സൈസുള്ള ബ്രെഡാണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെയാണ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ചെറുതാണെങ്കിൽ 4 എണ്ണം 5 എണ്ണം വരെയൊക്കെ ഉണ്ടാക്കാം. അത് ടോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചൂടോട് കൂടി തന്നെ കഴിക്കണം. ചീസൊക്കെ ചേർക്കുമ്പോൾ ചൂടോട് കൂടി കഴിക്കുമ്പോൾ തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ചെറുതായിട്ടൊരു എരിവൊക്കെ ഇട്ട് നല്ല ടേസ്റ്റാണ്. സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ ബ്രെഡ് വെച്ചിട്ട് ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ മറക്കാതെ അറിയിക്കുക.